നമ്മുടെ ഇന്ത്യയുടെ ഇന്നത്തെ സ്വാധീനം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇന്നത്തെ ശക്തി എന്താണെന്ന് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ ഏതാണ്ട് 5 ദിവസം മുമ്പ് ഫെബ്രുവരി 23 ഒക്കെ നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്. ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ ഉടൻ രാജ്യം വിടണമെന്ന് കേന്ദ്രം നിർദ്ദേശം നൽകിയെന്നതായിരുന്നു ആ വാർത്ത. എത്രയും പെട്ടെന്ന് എംബസിയെ ബന്ധപ്പെടുക, ഹെൽപ്പ് ലൈൻ നമ്പറുകളുമായി ബന്ധപ്പെടുക. ഇതാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തുള്ള ഇന്ത്യൻ വംശജർക്ക് നൽകിയ നിർദ്ദേശം. ഏതാണ്ട് ഫെബ്രുവരി 23 ഇന്ന് ഫെബ്രുവരി 28. നമ്മൾ ഇന്ന് കേൾക്കുന്ന വാർത്ത ഇസ്രായേൽ ഇറാന്റെ തലസ്ഥാനത്തടക്കം ശക്തമായ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നൊരു വാർത്തയാണ്. അപ്പോൾ ഈ ആക്രമണത്തെ തുടർന്ന് ഇറാൻ മിണ്ടാതിരിക്കുമോ? ഇല്ല, ഇറാനും തിരിച്ചടിക്കും. പക്ഷേ ഇസ്രായേലിന്റെ കൈവശം വളരെ അത്യാധുനികമായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. അമേരിക്കയുടെ അടുത്ത് നിന്ന് കുറെ എണ്ണം അവർ വാങ്ങിയിട്ടുണ്ട്. അവരുടെ സ്വന്തം അയൺ ഡോം ഉണ്ട്. ഇതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഇസ്രായേൽ ഇറാനേക്കാൾ വളരെ മുമ്പിലാണ്. അതുകൊണ്ട് തന്നെ കുറെ കൂടെ സുരക്ഷിതമാണ്. എന്നാൽ ഇറാന്റെ കാര്യം അങ്ങനെയല്ല. ഇറാന്റെ കയ്യിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റംസ് നേരത്തെയും നടന്ന സംഘർഷങ്ങളിൽ ഫെയിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നറിയിപ്പ് ഇന്ത്യൻ വംശജർക്ക് നൽകുന്നത്. ഇസ്രായേലും അമേരിക്കയും ചേർന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഇന്ത്യയുടെ ഏജൻസികൾ വളരെ മുന്നേ തന്നെ കണ്ടെത്തിയിരിക്കുന്നു. ഈ സൈനിക നീക്കങ്ങൾ വലിയ യുദ്ധത്തിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കിയ ഇന്ത്യ ഈ ആക്രമണത്തിനും ഏതാണ്ട് 5-6 ദിവസം മുമ്പ് തന്നെ ഇന്ത്യൻ പൗരന്മാർക്ക്, ഇന്ത്യൻ വംശജർക്ക് രാജ്യം വിടാൻ, ഇറാൻ വിട്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള നിർദ്ദേശം കൊടുത്തു. എന്ന് മാത്രമല്ല, അതിനുവേണ്ട സഹായങ്ങളും ഇന്ത്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കാരണം ഇറാനിൽ വാണിജ്യ ആവശ്യത്തിനായിട്ട് പോയ ആളുകളുണ്ട്, തീർത്ഥാടകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, ടൂറിസ്റ്റുകളുണ്ട്. അങ്ങനെ ഇന്ത്യക്കാരായിട്ടുള്ള, ഇന്ത്യൻ വംശജരായിട്ടുള്ള ഒരുപാട് പേര് അവിടെ ഉണ്ടാവും. അവർക്ക് ആവശ്യമായ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ അടക്കം ഇന്ത്യ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. പൗരന്മാർ പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ കയ്യിൽ കരുതണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഹെൽപ്പ് ലൈൻ നമ്പർ നേരത്തെ തന്നെ നമ്മുടെ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ഏഷ്യാനെറ്റ് അടക്കം മലയാള മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്ത്യ ഈ നിർദ്ദേശം നൽകിയതിന് തൊട്ടു പിന്നാലെ നിരവധി രാജ്യങ്ങൾ സമാനമായിട്ട് ഉള്ള നിർദ്ദേശം അവരുടെ പൗരന്മാർക്ക് നൽകി. കാരണം ലോകത്ത് വളരെ കൃത്യമായിട്ട് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടലുകൾ നടത്തുന്ന, കൃത്യമായി ഇടപെടുന്ന ഒരു രാജ്യമാണ്. ഏതെങ്കിലും ഒരു രാജ്യത്ത് യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ യുദ്ധം നിർത്തിവെച്ച് പോലും ഇന്ത്യൻ വംശജരെ, ഇന്ത്യൻ പൗരന്മാരെ അവിടെ നിന്ന് രക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അത് യുക്രൈൻ റഷ്യ യുദ്ധത്തിലടക്കം ലോകം കണ്ടതാണ്. അപ്പൊ ഇവിടെ യുദ്ധം നടക്കാൻ പോകുന്നു എന്ന് ഇന്ത്യ കൃത്യമായി മനസ്സിലാക്കുകയും ഇന്ത്യയുടെ പൗരന്മാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെ സെർബിയയും സ്വീഡനും അടക്കമുള്ള നിരവധി ലോകരാജ്യങ്ങൾ ഇറാനിലുള്ള തങ്ങളുടെ പൗരന്മാരോട് രാജ്യം വിടാൻ നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത്. അപ്പോ ആ സമയത്ത് ഇന്ത്യ ഗവൺമെന്റിന്റെ നിർദ്ദേശം കൃത്യമായി പാലിച്ചവർ അപ്പോൾ തന്നെ രാജ്യം വിടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പോഴും നമുക്കറിയില്ല, ഇന്ത്യക്കാരായിട്ടുള്ള ആരെങ്കിലും ഒക്കെ അവിടെ കുടുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇറാനിൽ തന്നെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ പലപ്പോഴും നമ്മുടെ ഇന്ത്യക്കാർ തന്നെ പലരും ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങളൊന്നും കൃത്യമായിട്ട് പാലിക്കാറില്ല. ഇത്തരം നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും നൽകിയാലും അതൊക്കെ അവഗണിച്ച് ഈ പറയുന്ന രാജ്യങ്ങളിൽ തുടരും. അങ്ങനെയുള്ളവരെ പിന്നെ കൊണ്ടുവരിക എന്നുള്ളത് ഗവൺമെന്റിന് ഒരു വലിയ തലവേദനയും ബാധ്യതയുമായിട്ട് മാറും. അനാവശ്യമായ പ്രഷർ ഗവൺമെന്റിന്റെ മേൽ വരും. ഗവൺമെന്റ് കൃത്യമായ നിർദ്ദേശങ്ങൾ കൃത്യമായ സമയങ്ങളിൽ നൽകാറുണ്ട്. പൊതുവെ അപൂർവമായിട്ട് മാത്രമാണ് അതിന് കഴിയാതെ പോകുന്നത്. ഇപ്പൊ ഈ ഒരു ഇൻസിഡന്റ് തന്നെ എടുക്കാം. ഈ ആക്രമണം ഉണ്ടാവുന്നതിന് 5-6 ദിവസം മുമ്പ് ഇന്ത്യ കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തു. അത് പാലിച്ചവർ ഇതിനോടകം ഇറാൻ വിട്ടിട്ടുണ്ടാവും. അല്ലാത്തവർ അവിടെ തുടരുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യമാണ് കഷ്ടം. ഇനി ഈ യുദ്ധം കൂടുതൽ ശക്തമായിട്ട് മാറുകയാണെങ്കിൽ അവരെ അവിടെ നിന്ന് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് ആണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാൻ ഇസ്രായേൽ യുദ്ധം അതങ്ങനെ അങ്ങ് അവസാനിക്കാൻ പോകുന്നില്ല. ഇതൊരു വലിയ യുദ്ധമായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇസ്രായേലിന് സപ്പോർട്ടായിട്ട് അമേരിക്കയുണ്ട്. ഇറാനെ ചൈനയും റഷ്യയും സപ്പോർട്ട് ചെയ്യുമെന്ന് കണ്ടറിയണം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പുടിനോട് ഈ ഇസ്രായേൽ ഇറാൻ വിഷയത്തിലുള്ള നിലപാടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയും അന്ന് ഇസ്രായേലിലുള്ള റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ജൂതന്മാരെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. കാരണം ഒരുപാട് ജൂതന്മാർ 2ാം ലോക മഹായുദ്ധ കാലത്ത് റഷ്യയിൽ, സോവിയറ്റ് യൂണിയനിൽ അഭയം തേടിയിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ പിന്നീട് ഇസ്രായേൽ രാജ്യം രൂപീകരിച്ച സമയത്ത് ഇസ്രായേലിലോട്ട് പോയെങ്കിലും കൂട്ടത്തിൽ റഷ്യൻ ഭാഷയും കൾച്ചറും ഒക്കെ കൊണ്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് തള്ളിക്കളയാനായിട്ട് റഷ്യക്ക് ഇപ്പോഴും പറ്റില്ല. അതായത് പൂർണ്ണമായിട്ട് ഉള്ള ഒരു പിന്തുണ അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിന് കൊടുക്കുന്ന പോലെ ഒരു പിന്തുണ റഷ്യ ഇറാന് കൊടുക്കുമോ എന്നത് കണ്ടു തന്നെ അറിയണം. ചൈനയുടെ കാര്യം അങ്ങനെ തന്നെയാണ്. അനാവശ്യമായിട്ട് ഇസ്രായേലിനെ ഒരു ശത്രുവാക്കി മാറ്റാൻ ചൈനയും തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇറാൻ മിക്കവാറും ഒറ്റയ്ക്ക് തന്നെ ഈ യുദ്ധം ചെയ്യേണ്ടി വരും. ഇസ്രായേലിനാകട്ടെ അമേരിക്കയുടെ ഫുൾ സപ്പോർട്ടുണ്ട്. എന്തായാലും യുദ്ധം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.